തന്നെ പത്തനാപുരം കുണ്ടയത്താണ് CPM കോൺഗ്രസ് സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. ബൂത്തിനുള്ളിൽ കയറി വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്നാണ് ഇരു കൂട്ടരും പരസ്പരം ഉന്നയിക്കുന്ന ആരോപണം. മേഘന മുരളിയുണ്ട് വിവരങ്ങളുമായി. മേഘന, സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണോ? എന്താണ് ഇരു കൂട്ടരുടെയും ആരോപണം? യഥാർത്ഥത്തിൽ ഇങ്ങനെ ബൂത്തിനകത്ത് കയറി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ, അങ്ങനെ നടന്നിട്ടുണ്ടോ, അതോ കേവലം ആരോപണം മാത്രമാണോ? ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പത്തനാപുരം കുണ്ടയത്തെ ഈ പോളിംഗ് ബൂത്തിന് മുന്നിലാണ്. ഇവിടെ നിന്ന് നേരത്തെ തന്നെ ഇവിടെ CPM അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഇരു കൂട്ടരുടെയും ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ 100 മീറ്റർ പരിധിയിൽ വോട്ടർമാരെ സ്വാധീനിക്കരുത് എന്നുള്ളൊരു നിയമമുണ്ട്. ആ നിയമം തെറ്റിച്ചുകൊണ്ട് ആൾക്കാർ ഇവിടേക്ക് കയറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി വന്നത്. അങ്ങനെ CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് വരെ എത്തി. രണ്ട് ബൂത്തുകളും പത്തനാപുരത്തെ കുണ്ടയത്തെ ഈ രണ്ട് ബൂത്തുകളും ബാധിത ബൂത്തുകളായി നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ്. അതിനു പിന്നാലെയാണ് ഇവിടെ ഒരു സംഘർഷം അതുപോലെ തന്നെ പ്രവർത്തകർ തമ്മിലുള്ള ഒരു വാക്ക് തർക്കത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ പോലീസുകാർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ നീക്കാൻ പോലീസിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ 100 മീറ്റർ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തകരെ അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അങ്ങനെ രണ്ട് വശത്തുമായി CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചതാണ് ഒരു പ്രശ്നത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പോലീസ് ഇടപെട്ട് ആ ഒരു പ്രശ്ന സാഹചര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തകരെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല അടക്കം ഇപ്പോൾ ഈ ബൂത്ത് സന്ദർശിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വലിയ പോലീസ് സുരക്ഷയും ഒഴുക്കിയിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ മേഘന, ഇങ്ങനെ ഈ സ്വാധീനിക്കാൻ വേണ്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ ബൂത്തിനകത്ത് കയറി അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ കഴമ്പുണ്ടോ മേഘന? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ബൂത്തിൽ നിന്ന് മാറിപ്പോകണമെന്നുള്ള പോലീസിന്റെ ഒരു കർശന നിർദ്ദേശമുണ്ട്. അത് ഇരു പാർട്ടിയിലെയും പ്രവർത്തകർ പാലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഒരു വിഷയത്തിലേക്ക് വരികയും ചെയ്തത്. കാരണം ഈ ബൂത്തിൽ തന്നെ വോട്ട് ചെയ്ത് ഇറങ്ങുന്നവർ ഇവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുന്നു. അതുപോലെ തന്നെ ആൾക്കാരോട് ഈ വോട്ടർമാരോട് സംസാരിക്കുന്ന അടക്കമുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് കണ്ടിരുന്നു. അത് തന്നെയാണ് രണ്ടു കൂട്ടർക്കും പ്രകോപനമായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത ശേഷം പോളിംഗ് ഏജന്റ് അല്ലെങ്കിൽ ബൂത്തിംഗ് ഏജന്റ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകണമെന്നുള്ള പോലീസ് നിർദ്ദേശം ഇരു പാർട്ടി പ്രവർത്തകരും പാലിച്ചിട്ടില്ല. അത് തന്നെയാണ് സംഘർഷത്തിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് ഇടപെട്ട് ഇവരെയൊക്കെ ഇവിടെ ബൂത്തിനുള്ളിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരെ അടക്കം പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോഴും നീണ്ട ക്യൂ അടക്കം കാണാനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഈ ബൂത്തിനുള്ളിൽ കയറി വോട്ടർമാരോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഇരു പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് ഒരു അയവ് വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും രണ്ടു കൂട്ടരെയും ഇവിടെ നിന്ന് മാറ്റണം. അതുപോലെ തന്നെ മറ്റേ പാർട്ടി പ്രവർത്തകർ UDF പ്രവർത്തകർ പോകാതെ തങ്ങളും പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിലായിരുന്നു CPM പ്രവർത്തകർ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.